ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോൾ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. രോഗക്കിടക്കയിലും തന്റേതായ സന്തോഷം കണ്ടെത്താനായി സോഷ്യൽ മീഡിയയിലും സജീവമായി തുടരുന്ന രേണു സുധിയെക്കുറിച്ച് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. രേണുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോടുള്ള അപേക്ഷയാണ് ലക്ഷ്മി പറഞ്ഞത്. രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും നേരിട്ട് പോയി കാണാതിരിക്കുകയാണ് വേണ്ടതെന്നും ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വരിക എന്നത് പറയാൻ പറ്റില്ല എന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു. അവരുടെ ശരീരം അത്രയും വീക്കായിട്ടാണ് ഇരിക്കുന്നത്. രേണു ഫയറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്നും അതിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു. ഒരാൾക്ക് അസുഖമുണ്ടെന്നറിയുമ്പോൾ ക്യാൻസർ എന്ന അസുഖം വെച്ച് ആരും കളിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ രേണുവുമായി സംസാരിച്ചിരുന്നതാണ്. എന്താ പോയി കാണാത്തേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, രേണുവിനോട് ഇഷ്ടമുള്ളവർ, ആത്മാർത്ഥമായി ഇഷ്ടമുള്ളവർ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. ചേർത്ത് പിടിക്കണമെങ്കിൽ GPay നമ്പറുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലുള്ളവർ വരെ അത്രയും ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും. അത്രയും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ചെന്ന് കാണണമെന്ന്, അവരോട് സംസാരിക്കണമെന്നതൊക്കെ ചേച്ചിക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവരുടെ ശരീരം അത്രയും വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ എത്രയും പെട്ടെന്ന് താൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് രേണു പറയാറുള്ളത്. താൻ ഫയറാണ് എന്നാണ് രേണു പറയാറുള്ളത്. അതുപോലെ ഫയറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ, പ്രാർത്ഥനയുണ്ട് എപ്പോഴും എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.